ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. രജനികാന്തിന്റെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് വൻ താരനിര ഭാഗമാകുന്ന കൂലി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള പ്രീ സെയിൽ അപ്ഡേറ്റ് ആകപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം ഈ 2025 വർഷത്തിലെ കേരളത്തിലെ ആദ്യ ദിവസം ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത 5 സിനിമകളുടെ പട്ടികയും അപ്ഡേറ്റ് ആകപ്പെട്ടിരിക്കുകയാണ്. ആദ്യമേ സിനിമയുടെ കേരള പ്രീ സെയിലേക്ക് വരികയാണെങ്കിൽ 5,15,00,000 സിനിമയുടെ കേരള പ്രീ സെയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ ഈ വർഷം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ റിലീസ് ചെയ്ത സിനിമകളിൽ ലാലേട്ടൻ നായകനായെത്തിയ എമ്പുരാന് ശേഷം കേരളത്തിൽ ആദ്യ ദിവസം ഏറ്റവും ഉയർന്ന കളക്ഷൻ വരുന്ന സിനിമ കൂടിയായിട്ട് രചന സിനിമ മാറിയിരിക്കുന്നു. എമ്പുരാൻ എന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനെത്തിയ സിനിമ ആദ്യ ദിവസം 14,07,00,000 കേരള ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. ഇപ്പോഴത്തെ രണ്ടാം സ്ഥാനത്താണ് കൂലി 5,15,00,000 ഇപ്പോഴും പ്രീ സെയിലിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്തുള്ളത് മറ്റൊരു ലാലേട്ടൻ സിനിമയാണ്. അത് തുടരുമെന്ന ലോ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ആദ്യ ദിവസം 5,10,00,000 രൂപയാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തത്. നാലാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയാണ്. മമ്മൂട്ടിയുടെ വിഷു ഫെസ്റ്റിവൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ വൻ സ്റ്റൈലിഷ് ലുക്കിലെല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ മെഗാ ആക്ഷൻ സിനിമ ബസൂക്ക ആദ്യ ദിവസം കേരളത്തിൽ 3,23,00,000 രൂപ മാത്രമേ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തുള്ളൂ. ആ മമ്മൂട്ടിയുടെ ഈ വർഷത്തെ റെക്കോർഡ് FT കളക്ഷൻ രചന ചിത്രം ആദ്യ ദിവസത്തെ പ്രീ സെയിൽ കൊണ്ട് മറികടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ബസൂക്കെ ക്ലാഷ് റിലീസിൽ പൊട്ടിച്ച നെസ്ലൻ നായകനെത്തിയ ആലപ്പുഴ ജിംഖാനയാണ് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന കേരള കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ളത്. 2,62,00,000 രൂപയായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ്. അപ്പോൾ കൂലി ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. 1ാം സ്ഥാനത്തെ എമ്പുരാൻ തന്നെ തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി 1ാം സ്ഥാനത്തുള്ള എമ്പുരാനേക്കാൾ എത്രത്തോളം കളക്ഷൻ വ്യത്യാസമുണ്ടാകും ഏറ്റവും അവസാനം ആദ്യ ദിവസത്തെ കളക്ഷൻ വരുമ്പോൾ കൂലിക്ക് എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കാം ഓഗസ്റ്റ് 14 നായിട്ട്.